നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. കാലം ചെയ്ത മാർ ജേക്കബ് തൂങ്കുഴിക്ക് സാംസ്കാരിക നഗരി വിട നൽകി. അന്തിമോപചാരം അർപ്പിക്കാൻ നിരവധി പേരെത്തി. പാലിയക്കരയിൽ ടോൾ പിരിവ് പുനരാരംഭിക്കാൻ ഹൈക്കോടതി അനുമതി നൽകിയില്ല. ഹർജികൾ വീണ്ടും വ്യാഴാഴ്ച പരിഗണിക്കും. വടക്കാഞ്ചേരി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് BJP പ്രവർത്തകർ ഉപരോധിച്ചു. പന്നിയിറച്ചി വാങ്ങിയെന്ന കേസിൽ വനം വകുപ്പ് കേസെടുത്ത കാഞ്ഞിരക്കോട് സ്വദേശി മിഥുൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് ഉപരോധ സമരം. രാജ്യത്ത് GST പരിഷ്കാരം പ്രാബല്യത്തിൽ വന്നു. 4 സ്ലാബുകൾ ഉള്ളത് 2 കുറയുമ്പോൾ ജനങ്ങൾക്ക് നേട്ടമുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. GST പരിഷ്കരണം വേണ്ടത്ര പഠനമില്ലാതെയെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. സംസ്ഥാനങ്ങൾക്ക് വലിയ വരുമാന നഷ്ടമുണ്ടാകും. സംസ്ഥാനത്ത് ലോട്ടറി വില കൂട്ടിയില്ലെന്നും മന്ത്രി. സംസ്ഥാനത്ത് സ്വർണ്ണവില ഇന്ന് 2 ഘട്ടമായി ഉയർന്നു. ഗ്രാമിന് 85 രൂപയുടെ വർധനവാണ് ഇന്നുണ്ടായത്. പവന് 700 രൂപ വർദ്ധിച്ച് 82,920 രൂപയിലെത്തി. ചെറുവാൾ പാഴായിയിൽ സ്കൂൾ ബസ് വൈദ്യുതി പോസ്റ്റിലിടിച്ച് കയറി അപകടം. നന്ദിക്കര സർക്കാർ സ്കൂളിലെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ആർക്കും പരിക്കില്ല. പുതുക്കാട് KSRTC സ്റ്റാൻഡിൽ നിർത്തിയിട്ട ബസ്സുകളുടെ മുകളിൽ മരം വീണു. സ്റ്റാൻഡിന്റെ ഒരു വശത്ത് നിർത്തിയിട്ടിരുന്ന 2 ഓർഡിനറി ബസ്സിലേക്കാണ് മരം വീണത്. കൊടുങ്ങല്ലൂർ അഴീക്കോട് പുഴയിൽ കാണാതായ അതിഥി തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി. മധ്യപ്രദേശ് ഉമരിയ ജില്ലയിൽ കജ്റ സ്വദേശി 22 വയസ്സുള്ള തേജ്പാൽ സിംഗാണ് മരിച്ചത്. ചലച്ചിത്ര നടൻ ഉണ്ണി മുകുന്ദന് കോടതി സമൻസ്. മുൻ മാനേജരെ മർദ്ദിച്ച കേസിൽ ഹാജരാകണമെന്നാണ് കാക്കനാട് മജിസ്ട്രേറ്റ് കോടതി സമൻസ് അയച്ചിരിക്കുന്നത്. ഏനാമാവ് കരുവന്തല ഭഗവതി ക്ഷേത്രത്തിൽ പൂട്ടുകൾ തകർത്ത മോഷണം. 7000-ഓളം രൂപ മോഷണം പോയി. നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ഇത്തവണ 11 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ആഘോഷങ്ങൾ. ഒക്ടോബർ 2-നാണ് വിജയദശമി. തൃശൂർ പഴയ നടക്കാവ് പാണ്ടി സമൂഹ മഠത്തിലെ നവരാത്രി ബൊമ്മക്കൊലു ആഘോഷങ്ങളുടെ ഉദ്ഘാടനം രാധിക സുരേഷ് ഗോപി നിർവഹിച്ചു. പുഷ്പ ദേവനാരായണൻ, പ്രേമ ശിവരാമകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. വടക്കാഞ്ചേരി കരുമരക്കാട് ശിവവിഷ്ണു ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. കഥകളി ആചാര്യൻ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ കലാപരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള ബ്രാഹ്മണ സഭ തിരുവില്ലാമല ഉപസഭയുടെ നേതൃത്വത്തിൽ തിരുവില്ലാമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിനു മുന്നിലുള്ള സമൂഹ ഭജന മഠത്തിൽ ബൊമ്മക്കൊലു ഒരുക്കി. കേരള ബ്രാഹ്മണ സഭ തിരുവില്ലാമല ഉപസഭ പ്രസിഡന്റ് L രാമകൃഷ്ണൻ സംസാരിച്ചു. BJP താണ്യം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ശില്പശാല തൃശൂർ സിറ്റി ജനറൽ സെക്രട്ടറി PK ബാബു ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് VV വിനോബ് അധ്യക്ഷത വഹിച്ചു. കൊടകര അഴകം യുവജന സംഘം വായനശാലയിലെ വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. കാക്കനാട് ഗവൺമെന്റ് റീജിയണൽ അനലിറ്റിക്കൽ ലബോറട്ടറിയിലെ റിസർച്ച് ഓഫീസർ V ശ്രീദേവി സെമിനാർ ഉദ്ഘാടനം ചെയ്തു. കേരള പ്രവാസി സംഘം കൈവമംഗലം പഞ്ചായത്ത് സമ്മേളനം നടത്തി. പ്രവാസി സംഘം ജില്ലാ കമ്മിറ്റി അംഗം AK ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. GVHSS തിരുവില്ലാമല SSLC 1995-96 ബാച്ച് ചങ്ങാതിക്കൂട്ടം ഒത്തുകൂടി. തുടർന്ന് കലാകായിക മത്സരങ്ങൾ നടന്നു. യൂട്യൂബിൽ റിലീസ് ചെയ്ത പീതാംബരന്റെ ആരംഭത്തിന്റെ മ്യൂസിക് ആൽബം പ്രകാശനം കുന്നംകുളത്ത് നടന്നു. CCTV മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ, കുന്നംകുളം മുനിസിപ്പൽ കൌൺസിലർ ലബീബ് ഹസൻ എന്നിവർ ചേർന്ന് റിലീസ് ചെയ്തു. ചെറുതുരുത്തി ഭാരതപ്പുഴയിൽ വള്ളംകളി, കയാക്കിംഗ് എന്നിവ ഒരുക്കി നിള ബോട്ട് ക്ലബ് ഭാരവാഹികൾ. വള്ളത്തോൾ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് പഴയന്നൂർ മണ്ഡലം കമ്മിറ്റി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. പഴയന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PK മുരളീധരൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് ബൈക്കിടിച്ച് ചികിത്സയിലായിരുന്ന സെക്യൂരിറ്റി ജീവനക്കാരൻ മരിച്ചു. പുതുക്കാട് ചാക്കോച്ചിറ സ്വദേശി കുറുമാലി കരുവാൻ വീട്ടിൽ 54 വയസ്സുള്ള രാജനാണ് മരിച്ചത്. കയ്പമംഗലത്തെ സാമൂഹിക സാംസ്കാരിക വ്യാപാര മേഖലയിൽ സജീവ സാന്നിധ്യമായിരുന്ന CJ സെയ്ദ് മുഹമ്മദിന്റെ നിര്യാണത്തിൽ സർവകക്ഷി അനുശോചന യോഗം നടത്തി. കാളമുറിയിൽ നടന്ന അനുശോചന യോഗത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് VR ഉല്ലാസ് അധ്യക്ഷത വഹിച്ചു.
തിരുവത്ര വെൽഫെയർ അസോസിയേഷൻ ദുബായ് കമ്മിറ്റിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച ഗോൾഡൻ ജൂബിലി ലോഗോ പ്രകാശന ചടങ്ങ് സംഘടിപ്പിച്ചു. അബുദാബി മുസ്ലിം വെൽഫെയർ അസോസിയേഷൻ വർക്കിംഗ് പ്രസിഡന്റ് KH താഹിർ ലോഗോ പ്രകാശനം നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി കുന്നംകുളം നഗരസഭ അസാബ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുമായി സഹകരിച്ച് പ്രാദേശിക തൊഴിൽ മേള സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം തിരുത്തിക്കാട് പാടശേഖരത്തിലെ കൃഷിയിടത്തിൽ വൻതോതിൽ സെപ്റ്റിക് മാലിന്യം തള്ളി. കൃഷിയിടത്തിൽ ഇറങ്ങാനാവാത്ത ദുരിതത്തിൽ കർഷകർ. പഴഞ്ഞി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ നിർവഹിച്ചു. PTA പ്രസിഡന്റ് സാബു ഐനൂർ അധ്യക്ഷത വഹിച്ചു. ചിറക്കൽ GLP സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. കോഴിക്കോട് നടന്ന സംസ്ഥാന മിനി കോക്കോ ചാമ്പ്യൻഷിപ്പിൽ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ തൃശൂർ ജില്ലാ ടീം 1ാം സ്ഥാനം കരസ്ഥമാക്കി. മികച്ച ഡിഫൻഡറായി തൃശൂരിന്റെ അഭിന ഗിരീഷിനെയും മികച്ച ചേസറായി KS അഭിനന്ദനെയും തിരഞ്ഞെടുത്തു. വിരമിച്ചവരും പോലീസ് സർവീസിലുള്ളവരുമായ ഉദ്യോഗസ്ഥരുടെ കൂട്ടായ്മയുടെ 3ാം വാർഷികം പോലീസ് അക്കാദമിയിൽ നടന്നു. കേരള പോലീസ് അക്കാദമി ഡയറക്ടർ സേതുരാമൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ മാർത്തോമ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടനം സിനി ആർട്ടിസ്റ്റ് നന്ദു ആനന്ദ് നിർവഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ സജു ചാക്കോ, പ്രിൻസിപ്പാൾ റിൻസ് തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളിക്കുളങ്ങര പാലാപ്പിള്ളിയിൽ റബ്ബർ തോട്ടത്തിലും പുഴയോരത്തും കാട്ടാനക്കൂട്ടങ്ങൾ വിഹരിക്കുന്നത് യാത്രക്കാരെയും തോട്ടം തൊഴിലാളികളെയും ഭീതിയിലാക്കുന്നു. 20ഓളം വരുന്ന കാട്ടാനകളാണ് രാത്രിയിലും പകലും വിഹരിക്കുന്നത്. CC മുകുന്ദൻ MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച അവിണിശ്ശേരി പഞ്ചായത്തിലെ ആനക്കല്ല് വട്ടമാവ് ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളുടെ ഉദ്ഘാടനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. അവിണിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഹരി C നരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിവേദനം നിരസിച്ച പുള്ളിയിലെ കൊച്ചുവേലായുധന്റെ വീടിന് തറക്കല്ലിട്ടു. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ കല്ലിടൽ കർമ്മം നിർവഹിച്ചു. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ നടപ്പിലാക്കുന്ന സമഗ്ര കൂൺ ഗ്രാമം പദ്ധതിയിൽ മണലൂർ നിയോജക മണ്ഡലത്തെ ഉൾപ്പെടുത്തി. RKVY പദ്ധതിയിൽ ഉൾപ്പെടുത്തി 30 ലക്ഷം രൂപയുടെ ധനസഹായമാണ് കൂൺ ഗ്രാമത്തിന് ലഭിക്കുക. തൃശൂർ അരിയങ്ങാടിയിലെ പേട്ട ഫീസ് കുത്തനെ വർദ്ധിപ്പിച്ച കോർപ്പറേഷൻ നടപടിയിൽ പ്രതിഷേധം ശക്തം. വ്യാപാരികളും തൊഴിലാളികളും ഡ്രൈവർമാരും സംയുക്ത സമരത്തിലേക്ക്. ചരക്ക് കയറ്റുമതിക്ക് പ്രതിസന്ധിയിൽ. തൃശൂർ വടക്കുംനാഥൻ ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നേത്രപരിശോധന ക്യാമ്പ് അടാട്ട് നടന്നു. സുരേഷ് K വാര്യർ ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി കരിയന്നൂർ നാട്ടുവിശേഷം വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെ ആദരിക്കലും റെസ്ലിംഗ് പ്രതിഭ വിഷ്ണുവിനെ സാമ്പത്തിക സഹായ വിതരണവും നടത്തി. മുൻ കായികാധ്യാപകൻ ഹനീഫ ഉദ്ഘാടനം ചെയ്തു. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനത്തിന്റെ ഭാഗമായി സുന്നി ജംഇയ്യാത്തുൽ മുഅലിമീൻ കുന്നംകുളം റേഞ്ച് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നബിദിന റാലി സംഘടിപ്പിച്ചു. SMK തങ്ങൾ, അൽ മുഖൈബിലി, ദേശമംഗലം റേഞ്ച് പ്രസിഡന്റ് മുഹമ്മദ് അലി സഅദി തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃശൂർ ജില്ലാ ക്ഷീരസംഗമം ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിലായി വെള്ളാങ്ങല്ലൂരിൽ നടക്കും. വെള്ളിയാഴ്ച നടക്കുന്ന പൊതുസമ്മേളനം വകുപ്പ് മന്ത്രി J ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യും. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള എരുമപ്പെട്ടി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആധുനിക രീതിയിൽ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വ്യാഴാഴ്ച ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിക്കും. ആശുപത്രിയിൽ കിടത്തി ചികിത്സ പുനരാരംഭിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് AC മൊയ്തീൻ MLA. 2020 പാർട്ടിയുടെ കൊടകര പഞ്ചായത്ത് തല കൺവെൻഷൻ ചാലക്കുടി നിയോജക മണ്ഡല കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എല്ലാ വാർഡുകളിലും മത്സരിക്കാൻ കൺവെൻഷൻ തീരുമാനിച്ചു. LIC ഏജന്റ്സ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ CITU തൃശൂർ ഡിവിഷൻ സമ്മേളനം ബുധനാഴ്ച കൂർക്കഞ്ചേരിയിൽ നടക്കും. സംഘടന തൃശൂർ ഡിവിഷൻ ജനറൽ സെക്രട്ടറി TS ഷെനിൽ, സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് C ചന്ദ്രൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പരിവർത്തന സാധ്യതകൾ മനസ്സിലാക്കുന്നതിനായി തൃശൂരിൽ AI ഉച്ചകോടി സംഘടിപ്പിക്കുന്നു. ശനിയാഴ്ച തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നടക്കുന്ന ഉച്ചകോടിയിൽ AI അക്കാദമിക് വിദഗ്ധരും സാങ്കേതിക വ്യവസായ പ്രമുഖരും പങ്കെടുക്കും. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.